കൊച്ചു കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് സമകാലീന ഹിന്ദി കവികളിൽ ഒരാളായ ശ്രീ നരേന്ദ്ര പുണ്ടരീക് എഴുതിയ പുൽഭനീതി മാം എന്ന കവിതയാണ്. അപ്പൊ ആ കവിതയോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കവിതയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. അമ്മ എന്നാൽ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. ഒരു അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് മക്കളുടെ സുഖവും സന്തോഷവും മാത്രമാണ്. വാർദ്ധക്യത്തിൽ പോലും താൻ മക്കൾക്കൊരു ഭാരമാകരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് അമ്മ. എന്നാൽ ഈ കവിതയിൽ ഒരു മകൻ തന്റെ അമ്മയെ കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത്. അപ്പോ മകൻ പറയുന്നത്, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അത്രയും നാള് തളരാതെ മക്കളായ ഞങ്ങളെ ഒരു പാലം പോലെ പരസ്പരം ബന്ധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന അമ്മ വാർദ്ധക്യത്തിലെത്തുമ്പോൾ മക്കൾക്കൊരു ഭാരമായി അനുഭവപ്പെടുകയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ അവർ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തം പങ്കുവെക്കുന്നത് വഴി ഇത് കണ്ട് അമ്മ അവരുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി, അഥവാ അമ്മ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം അപ്പോഴാണ് ആ മക്കൾക്ക് അവർ നിരാശ്രയരായി തോന്നുന്നത്. ഈ ഒരു കവിതയിൽ നമ്മൾ പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത് ഏതാനും കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ നമുക്ക് ഈ പാഠത്തോടനുബന്ധിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഏതാനും വരികൾ തന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ ചോദിക്കാറുണ്ട്. അതും നമ്മൾ പഠിച്ചു വെക്കുക. അത് നമ്മൾ കവിതയുടെ മൊത്തം ഫുള്ളായിട്ട് അതിന്റെ ആശയം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വരി അതിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ആശയം എഴുതാവുന്നതേ ഉള്ളൂ. അതുപോലെ ചിലപ്പോൾ നമുക്ക് ആശയം തന്നിട്ട് ഈ ആശയം വരുന്ന വരികൾ എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലും നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതിന്റെ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ടിപ്പണി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ കവിതയുടെ ടിപ്പണി എഴുതാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സും നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് അർത്ഥങ്ങൾ നോക്കാം. ആഖിർ, അന്ത് മേം, ലാസ്റ്റ്, അവസാനം എന്നുള്ള അർത്ഥം. കന്ധ ബദൽന, ദായിത് ബദൽന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം കൈമാറുക. കന്തോമേം ആന, ജിമ്മേദാരി ഹോന, ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരിക. കന്തോംസെ ഉദർന, കന്തോംസെ ഉദർന എന്ന് പറഞ്ഞാൽ കവിതയിൽ അർത്ഥം വരുന്നത് മർജാന, മരിച്ചു പോവുക. ടൂട്ടി രഹി, ദുർബൽ ഹോ രഹി, അവശയായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നു. കന്തേ ഉതർ ഗയേ, ബേസ്ഹാരെ ഹോ ഗയേ, നിരാശ്രയരായി. ഇതിന് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് വരി കവിതയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വൃദ്ധാശ്രം മേം രഹനെ വാലി മാം കിസ്കെ ബാരെ മേം സോച്തി ഹെ. വൃദ്ധാശ്രമത്തിൽ കഴിയുന്ന അമ്മ ആരെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? വൃദ്ധാശ്രമത്തിൽ കഴിയുന്ന അമ്മ ആരെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? സ്വന്തം മകനെ കുറിച്ചായിരിക്കും. തന്നെ വൃദ്ധാശ്രമത്തിലാക്കിയ മകനെ കുറിച്ച്, അവന്റെ സുഖസന്തോഷങ്ങളെ കുറിച്ചായിരിക്കും അമ്മ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാണ്? വൃദ്ധാശ്രമ മേം രഹനെ വാലി മാം അപ്നെ ബേटे के बारे में सोचती है. पहला प्रश्न, पुलभनीति माम से क्या तात्पर्य है? അമ്മ ഒരു പാലമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? पुल दो किनारों को आपस में जोड़ता है. उसी प्रकार माँ परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी है, इसलिए माँ को पुल कहा गया है. पुल दो किनारों को आपस में जोड़ता है. आपस में എന്ന് പറഞ്ഞാൽ തമ്മിൽ രണ്ട് തീരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒന്നാണ് പാലം. ഉസി പ്രകാർ, അപ്രകാരം, മാ പരിവാർ കെ ഹർ സദസ്യകോ, അപ്രകാരം അമ്മ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും ആപസ്മേം ജോഡനെ വാലി കടി ഹെ, തമ്മിൽ യോജിപ്പിക്കുന്ന കടീതി എന്ന് പറഞ്ഞാൽ ചങ്ങല. ഇസ്ലിയെ മാം കോ പുൽ കഹാ ഗയാ ഹെ, ഇതിനാലാണ് അമ്മയെ ഒരു പാലമായി പറഞ്ഞിരിക്കുന്നത്. അഗല പ്രശ്ന, ബൂട്ട രഹി ഹെ മാം, ഇസ്കാ ആശയ ക്യാ ഹെ? माँ अपने बच्चों के बीच एक पुल दी, लेकिन धीरे धीरे माँ दुबली बन गई और आवाज भी दुर्बल हो गई. अब बच्चों को संभालने की शक्ति उनमें नहीं है. ഇതിനർത്ഥം എന്താണ്? മാ അപ്നെ ബച്ചോ കെ ബീച്ച്, അമ്മ തന്റെ മക്കളുടെ ഇടയിൽ, കെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ,
ഏക് പുൽ തി ഒരു പാലമായിരുന്നു. ലെക്കിൻ എന്നാൽ ധീരെ ധീരെ മാം ദുബലി ബൻ ഗയി പതുക്കെ പതുക്കെ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. ദുബലി ബൻ ഗയി ദുർബലയായിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരുന്നു. ഓർ ആവാസ് ബി ദുർബൽ ഹോ ഗയി അമ്മയുടെ ശബ്ദവും ദുർബലമായിക്കൊണ്ടിരുന്നു. ആവാസ് ശബ്ദം. അബ് ബച്ചോ കോ സംഭാലനെ കി ശക്തി ഇപ്പോൾ മക്കളെ സംരക്ഷിക്കാനുള്ള ശക്തി ഉന്മേ നഹി ഹേ അമ്മയ്ക്ക് ഇല്ല. അഗല പ്രശ്ന മാം ആഖിർ മാം ഹി തോ ഹേ ഇസ്സേ ആപ്നെ ക്യാ സമझा അമ്മ അവസാനം വരെ അമ്മ തന്നെയാണ്. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? माँ के लिए बच्चे ही सब कुछ होते हैं. माँ हमेशा अपने बच्चों की भलाई चाहता है. माँ कभी भी अपने बच्चों को मुसीबत में डालना नहीं चाहती. माँ अपने बच्चों की तकलीफ समझकर उन्हें दूर करने के बारे में सोचती है. എന്ന് വെച്ചാൽ മാം കെ ലിയെ ബച്ചേ ഹി സബ് കുച്ച് ഹോത്തേ ഹേ അമ്മയെ സംബന്ധിച്ച് ബച്ചേ ഹി കുട്ടികൾ തന്നെയാണ് അല്ലെങ്കിൽ മക്കൾ തന്നെയാണ് സബ് കുച്ച് ഹോത്തേ ഹേ എല്ലാം ആയിരിക്കുന്നത്. മാം ഹമേഷ അപ്നെ ബച്ചോं की भलाई चाहता है. മാം അമ്മ ഹമേഷ ഹമേഷ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അപ്നെ ബച്ചോं की സ്വന്തം മക്കളുടെ ഭലായി ചാഹ്താ ഹേ നന്മയാണ് ആഗ്രഹിക്കുന്നത്. माँ कभी भी अपने बच्चों को मुसीबत में डालना नहीं चाहती. अम्मा कभी भी ഒരിക്കലും अपने बच्चों को സ്വന്തം മക്കളെ മുസീബത്ത് में डालना വിഷമത്തിലാക്കുവാൻ नहीं चाहती ആഗ്രഹിക്കുന്നില്ല. माँ अपने बच्चों की അമ്മ സ്വന്തം മക്കളുടെ തക്ലീഫ് സമജ്കർ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സമജ്കർ മനസ്സിലാക്കി ഉനേം ദൂർ കർണേ കെ ബാരേ മേ അവയെ അകറ്റുന്നതിന് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മാറ്റുന്നതിനെ കുറിച്ചാണ് സോച്തി ഹേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യങ്ങളിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആശയം തന്നിട്ട് ഈ ആശയം വരുന്ന വരികൾ ഏതാണെന്ന് എടുത്തെഴുതാനാണ്. അപ്പോൾ ലിഖേ നിമ്ന ലിഖിത് ആശയ കവിത കി കിൻ കിൻ പങ്ക്തിയോ മേം ഹേ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആശയം കവിതയിലെ ഏതേത് വരികളിലാണ് എന്ന് എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രശ്നം ഇങ്ങനെയാണ്. ബേട്ടോം കാ ജീവൻ ബേരോ കടോ ഗാഡി സേ സമാൻ രഹാ മക്കളുടെ ജീവിതം യാതൊരു തടസ്സവുമില്ലാതെ ചലിക്കുന്ന വണ്ടിയെ പോലെ ആയിരുന്നു. ഇത് ഈ അർത്ഥം വരുന്ന വരികൾ എവയാണ്? ദോട്ടെ രഹത്തി ദി ബേതഡ് ബിനാ കിസി ഹരി ലാൽ ഭക്തി കെ ഹം ലോഗോം കി ചുപ് ചുപ് ചക് ചക് ഈ വരികളിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മക്കളുടെ ജീവിതം യാതൊരു തടസ്സവും ഇല്ലാതെ ചലിക്കുന്ന വണ്ടിയെ പോലെ ആയിരുന്നു എന്ന്. അഗല പ്രശ്ന മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി അമ്മയുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം മക്കളിൽ ആയി. ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ പർ ആ ഗയി ഇവിടെ ഈ അർത്ഥം സൂചിപ്പിക്കുന്ന വരികളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി അടുത്ത ആശയം തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ബേട്ടെ അപ്നെ ദായിത്വ് ബദൽത്തെ രഹേ മക്കൾ സ്വന്തം ഉത്തരവാദിത്തം മാറ്റിക്കൊണ്ടിരുന്നു. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ ഈ വരികളിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം മാം കെ ചലേ ജാനേ സേ ബേട്ടെ ബേസാർ ബനെ അമ്മ പോയതിനു ശേഷം മക്കൾ നിസ്സഹായരായി എന്നർത്ഥം വരുന്ന വരികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാം കെ കന്ധേ സേ ഉതർത്തെ ഹി ഉതർ ഗയേ ഹമാരെ കന്ധേ ഈ വരികളിലാണ് അമ്മ പോയതിനു ശേഷം മക്കൾ നിസ്സഹായരായി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് കവിതാക്ക പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേം എന്നാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കവിത പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക. അപ്പൊ ഈ കുറിപ്പ് നമുക്കിപ്പോ നോക്കാം. ഈ കവിതയിലെ ഏറ്റവും മനോഹരമായ ഒരു വരിയാണ് മാം തോ മാം ഹി ഹേ എന്നുള്ളത്. അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ്. അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് എന്നർത്ഥം വരുന്ന ഈ വരി വളരെ മനോഹരമായുള്ള ഒരു വരിയാണ്. അപ്പൊ ഇനി നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതാം. समकालीन हिंदी कवि श्री नरेंद्र पुंडरीक की एक सुंदर कविता है
പുൽ ബനി ദി മാം. സമകാലീന ഹിന്ദി കവിയായ ശ്രീ നരേന്ദ്ര പുണ്ടരീക് എഴുതിയ സുന്ദരമായ കവിതയാണ് അമ്മ പാലമായിരുന്നു. इसमें कवि प्यार तथा दुलार से बेटों को पालती हुई मां की बूढ़ापन की हालत की ओर इशारत करते हैं. സ്നേഹത്തോടും ലാളനയോടും കൂടി മക്കളെ വളർത്തിയ അമ്മയുടെ വാർദ്ധക്യത്തിലെ അവസ്ഥയിലേക്ക് കവി വിരൽ ചൂണ്ടുന്നു. ഇഷാരത് കർണ, വിരൽ ചൂണ്ടുക. മാ അപ്നെ ബേട്ടോം കെ ബീച്ച് പുൽ ബനി ദി. അമ്മ സ്വന്തം മക്കൾക്കിടയിൽ പാലമായിരുന്നു. इस पुल से वे बेधड़क चलती गाड़ी के समान दौड़ती रहती थी. ഈ പാലത്തിലൂടെ അവർ നിർബാധം സഞ്ചരിക്കുന്ന തീവണ്ടിയെ പോലെ ഓടിക്കൊണ്ടിരുന്നു. പിതാക്കി മൃത്യു കെ ബാദ് ബി വഹ് പുൽ ബനി ദി. അച്ഛന്റെ മരണശേഷവും അമ്മ പാലമായിരുന്നു. മാം ധീരെ ധീരെ ടൂട്ട്നെ ലഗി. അമ്മ പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരുന്നു. मां का कहना मानकर जीते बेटों के कंधों पर एक दिन बूढ़ी मां का भार आ गई. അമ്മയുടെ വാക്കുകൾ മാനിച്ച് ജീവിച്ചിരുന്ന മക്കളുടെ തോളുകളിൽ ഒരു ദിവസം അമ്മയുടെ ഭാരം വന്നു ചേർന്നു. അദർ बच्चों के प्रति प्यार तथा दुलार देने वाली मां एक दिन बच्चों के आश्रय में आ गई. എന്ന് വെച്ചാൽ, അതായത് മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞിരുന്ന അമ്മ ഒരു ദിവസം മക്കളുടെ ആശ്രയത്തിലായി. ബേട്ടെ അപ്നെ കന്ദേ ബദൽത്തെ രഹേ. മക്കൾ സ്വന്തം തോളുകൾ മാറിക്കൊണ്ടിരുന്നു. ഏക് ദിൻ മാം ഉൻകെ കന്ദോം സേ ഉതർ ഗയി. ഒരു ദിവസം അമ്മ അവരുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതായത് അമ്മ മരിച്ചുപോയി. മാം കെ കന്ദോം സേ ഉതർത്തെ ഹി ബേട്ടോം കെ കന്ദേ ദുർബൽ ഹോ ഗയേ. അപ്പോൾ തന്നെ മക്കളുടെ തോളുകൾ ദുർബലമായി പോവുകയും ചെയ്തു. यह कविता हमें यह याद दिलाती है कि बुढ़ापन में माता पिता का संरक्षण बेटों का दायित्व है. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കവിത അത്യന്ത പ്രാസംഗിക ഹെ. കവിത की ഭാഷ भी सुंदर है. കവിത കാലത്തിന് വളരെ യോജിച്ചതാണ്. കവിതയുടെ ഭാഷയും മനോഹരമാണ്. ഈ കവിതയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പറയാം. അതില് പഹല പ്രശ്ന, മാം കാ ബാരി ഹോന ഇസ്കാ അർത്ഥ ക്യാ ഹെ. മാം കാ ബാരി ഹോന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? बूढ़ी होने पर मां का संरक्षण बच्चों का दायित्व बना. कुछ दिनों के बाद वह दायित्व उन्हें बोझ हो गया. എന്താണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്? ബുഢി ഹോനെ പർ, വൃദ്ധയായപ്പോൾ, മാ കാ സംരക്ഷൺ ബച്ചോം കാ ദായിത്വ ബന, അമ്മയുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തമായി മാറി. കുച്ച് ദിനോം കെ ബാദ്, കുറച്ച് ദിനങ്ങൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, വഹ് ദായിത്വ ഉനേം ബോझ ഹോ ഗയ, ഈ ഉത്തരവാദിത്തം അവർക്ക് ഭാരമായി മാറി. ദൂസര പ്രശ്ന, മാം പുൽ ബനി ദി കഹാ. അമ്മ പാലമായിരുന്നു എവിടെ? പരിവാർ കെ സദസ്യോം കെ ബീച്ച്, കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിലായിരുന്നു അമ്മ പാലമായിരുന്നത്. അഗല പ്രശ്ന, പുൽ സേ ബേട്ടെ കൈസെ ദൗഡ്തി രഹി. പാലത്തിലൂടെ മക്കൾ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്? ബേധഡക് അല്ലെങ്കിൽ നിർഭയ് ഹോക്കർ, ഭയമില്ലാതെയാണ് പാലത്തിലൂടെ മക്കൾ ഓടിക്കൊണ്ടിരുന്നത്. അഗല പ്രശ്ന, ബൂട്ടി ഹോനെ പർ മാം കിൻ കിൻ ടൂട്ടി രഹി. വയസ്സായപ്പോൾ അമ്മ എങ്ങനെയെല്ലാം തകർന്നുകൊണ്ടിരുന്നു? ആദത് ഔർ ആവാസ്, സ്വഭാവം അല്ലെങ്കിൽ ശീലങ്ങളും സ്വരവും തളർന്നുകൊണ്ടിരുന്നു. അഗല പ്രശ്ന, മാം ഏക് ബാർ ബൻ ജാനെ പർ ബേട്ടോം നെ ക്യാ കിയ. അമ്മ ഒരു ഭാരമായപ്പോൾ മക്കൾ എന്ത് ചെയ്തു? ബേട്ടെ അപ്നെ കന്ദേ ബദൽത്തെ രഹേ. മക്കൾ അവരുടെ ഉത്തരവാദിത്തം മാറിക്കൊണ്ടേയിരുന്നു. അഗല പ്രശ്ന, ബേട്ടെ കന്ദേ ബദൽത്തെ ദേഖ് കർ മാം നെ ക്യാ കിയ. മക്കൾ തോളുകൾ മാറുന്നത് കണ്ട അമ്മ എന്ത് ചെയ്തു? ബേട്ടോം കെ കന്ദോം സേ ഉതർ ഗയി.
മക്കളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വച്ചാൽ അമ്മ മരിച്ചുപോയി.